അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വിഭവം ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ടർക്കിഷ് വിഭവമാണ്, സ്വീറ്റ് റെസിപ്പിയാണ്. ബക്ലാവ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പേസ്ട്രി ഷീറ്റാണ് കേട്ടോ. ഇത് ബക്ലാവൻ്റെ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ ഇതിന് മുമ്പ് കുനാഫ ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി വാങ്ങിച്ചതിൻ്റെ ബാക്കി ഷീറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഷീറ്റ് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ടർ കുറച്ചെടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പിസ്തയും കാഷ്നട്ടും ബദാമൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയ തരിയോട് കൂടിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം, അല്ലാണ്ട് പൊടിഞ്ഞു പോകണ്ട. അതുപോലെ ഞാനിത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഷീറ്റൊന്ന് എടുത്തിട്ട് ഒന്ന് നിവർത്തി സെറ്റാക്കി എടുക്കാം കേട്ടോ. ഈ ഷീറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് മുന്നേ കുനാഫ ചീസ് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ ബേസായിട്ട് ഞാൻ ഈ ഒരു ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നമുക്ക് മാവ് കുഴച്ച് അതിൻ്റെ ബേസ് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഷീറ്റ് നിവർത്തിയിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടറൊന്ന് മെൽറ്റ് ചെയ്ത ബട്ടറില്ല, അതൊന്ന് കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് 2 ലെയറിലായിട്ടാണ് ഞാനിപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു രീതിയിലാണ് ആദ്യം ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുപോലെ ബട്ടർ നന്നായി ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പൊടിച്ചു വെച്ച നട്ട്സില്ലേ, അത് മുകളിലായിട്ട് നന്നായി ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് നന്നായി തന്നെ വിതറി കൊടുക്കുക. ഇപ്പം ഞാനീ ചെയ്യുന്നത് ഒരു പൈപ്പിൽ, ഒരു പ്ലാസ്റ്റിക് ഒരു ചെറിയൊരു പൈപ്പിൻ്റെ മീതെ ഒന്ന് ചുറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെല്ലാം തന്നെ വേറൊരു രീതിയും കൂടി ഞാൻ ഇതിലേക്ക് കാണിക്കുന്നുണ്ട്. കണ്ട, ഇതുപോലത്തെ ഒരു പൈപ്പ് എടുക്കുക, ഒരു കനം കുറഞ്ഞൊരു അധികം വണ്ണമില്ലാത്തൊരു പൈപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അറ്റം നമുക്ക് ഇത്തിരി ബട്ടർ തേച്ചിട്ട് ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അതൊക്കെ 2 സൈഡിൽ നിന്നും കൈവച്ചൊന്നും ഇങ്ങനെ ചുളിച്ചെടുക്കാം. എന്നിട്ട് ഈ പൈപ്പിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം. ബേക്കിംഗ് ട്രേയിൽ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ബട്ടർ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് ഈ പൈപ്പിൽ നിന്ന് പതുക്കെ ഇതൊന്ന് ഊരിയെടുത്തിട്ട് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പല രീതിയിലും നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ 2-3 ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വേറെ രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടി ഒന്ന് കാണിക്കാം. ഇതുപോലെ ബട്ടർ തേച്ചിട്ട് അതിന് മീതെ നട്ട്സൊക്കെ ഇട്ടതിന് ശേഷം കുറച്ചും കൂടി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നട്ട്സ് എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് കടിക്കും ഇത് കഴിക്കുമ്പോൾ. ഞാനിപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ നട്ട്സ്. അപ്പോൾ അതല്ലാണ്ട് ഞാൻ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ കാണിക്കുന്നുണ്ട്, അതിൽ കുറച്ചും കൂടി അധികം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ അരികത്ത് നമുക്ക് ബട്ടറൊന്ന് തേച്ചതിന് ശേഷം ഇതുപോലെ 2 സൈഡിൽ നിന്ന് കൈവച്ചിന്നിങ്ങനെ ഇങ്ങനെ ചുളിച്ചെടുക്കാം. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ നടുവിലേക്കാക്കി എടുക്കുമ്പോൾ അത് ചുളിഞ്ഞ് കിട്ടും. പിന്നെ ഞാനിതൊന്ന് ചെറിയൊരു രീതിയിൽ ചെറിയൊരു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തിൻ ഷീറ്റ് ആയതുകൊണ്ട് 2 ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്തു, അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ചിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് വിതറി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഈ നട്ട്സാണ് മെയിനായിട്ട് വെക്കുന്നത്. ഇതുപോലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ചൊന്നും ഇടുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു പൈപ്പ് തന്നെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നട്ട്സ് വയ്ക്കുമ്പോൾ അറ്റത്തെ ഭാഗത്തേക്ക് വെച്ചിട്ടില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ടില്ല. എന്നിട്ട് ഇത്ര അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് പതുക്കെ 2 സൈഡിൽ നിന്ന് ചുളിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ പ്ലെയിൻ ഷീറ്റില്ല, അറ്റത്തുള്ള ഭാഗം അടിയിലായിട്ട് ഇരുന്നോളും. എന്നിട്ട് ഇതിങ്ങനെ ഞാനൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്ന് ക്രീം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ക്രീം ചീസ് വെക്കണം എന്നൊന്നുമില്ല, അല്ലാണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇത് ക്രീം ചീസ് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായി ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഉള്ളിൽ തേച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് നന്നായി ഒന്ന് എല്ലാ സൈഡും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ നമ്മൾ ബട്ടർ നന്നായി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് മുകളിൽ എല്ലാ ഭാഗം എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആ റൗണ്ട് ചെയ്തിട്ട് മടക്കിയിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ക്രീം ചീസ് ഞാനൊന്ന് ഒരു ക്രീം ചീസിൻ്റെ പീസ് എടുത്തിട്ട് രണ്ടായി കട്ട് ചെയ്തിട്ട് രണ്ടിലും ഓരോ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിച്ചില്ലേ പിസ്തയും ബദാമൊക്കെ പൊടിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചു. അടുത്ത ഞാൻ ഈ ഒരു ചെറിയൊരു ബേക്കിംഗ് ട്രേയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഷീറ്റല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തിൻ്റെ അളവിൽ ഒന്ന് പതുക്കൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കത്തിയോ എന്തെങ്കിലും കട്ടർ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ അടിഭാഗം ഒന്ന് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഷീറ്റ് ഫുള്ളായിട്ട് നമുക്കതുപോലെ ഈ ഒരു അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വലിയൊരു ട്രേയിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഷീറ്റ് ഉണ്ടെങ്കിൽ വലിയ ട്രേയിൽ വെക്കാം. ഇപ്പോൾ എനിക്ക് കുറച്ച് ഷീറ്റുള്ളൂ, അപ്പോൾ നമ്മൾ കുറച്ച് ലെയർ ആക്കി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ചെറിയ ട്രേയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഈ ഒരു അളവിൽ തന്നെ ഫുള്ള് ഷീറ്റും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ട ഇതുപോലെ ഞാൻ ഫുൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഇടയിൽ പിന്നെ ഇനി ബട്ടർ തേക്കേണ്ട ആവശ്യമില്ല. ഓരോരോ ഷീറ്റ് ഇങ്ങനെ വെച്ച് ഒരു 5-8 ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഷീറ്റ് വെക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ചിട്ട് നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചത് ഇതിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചധികം ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചധികം തന്നെ നട്ട്സൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം നമുക്ക് അടുത്ത ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ അരികെ പൊട്ടിയ കഷ്ണങ്ങളും കുറച്ച് കീറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇടയിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമുക്കത് അറിയില്ല, ഇത് പീസസ് ഉണ്ടെങ്കിൽ അറിയില്ല കേട്ടോ. അപ്പോൾ ഇടയിൽ അങ്ങനത്തെ പീസസും സൈഡിൽ നിന്ന് കിട്ടുന്ന ചെറിയ പീസൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെച്ച് കഴിഞ്ഞ് ഒരു 8 പീസൊക്കെ വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ബട്ടർ ചെറിയതായിട്ടൊന്ന് ബട്ടർ തടവിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്തയും ബദാമും കാഷ്യൊക്കെ പൊടിച്ചത്. അപ്പോൾ നല്ല നൈസ് പൊടിയായിട്ട് പോകരുത്, ചെറിയ തരിയോട് കൂടിയിട്ട്. എന്നാൽ വലിയ തരികൾ ആവാനും പാടില്ല. കുറച്ച് ചെറിയ തരിയോട് കൂടിയിട്ട് ഇത് പൊടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് ഇപ്പോൾ ഈ എടുത്തതിൻ്റെ പകുതിയോളം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ഒരു 8 ലെയറും കൂടി വെച്ച് കൊടുക്കുക. ഷീറ്റ് എടുത്തിട്ട് വെക്കാം. ഇതുപോലെ നമുക്ക് അതിന് ശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ തേക്കുക. വീണ്ടും ഈ പൊടിച്ച നട്ട്സൊക്കെ വെച്ചിട്ട് വീണ്ടും ഷീറ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതുപോലെ ഷീറ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴച്ച് ഭയങ്കര തിന്നായിട്ട് വേണം അത് കുഴച്ച് പരത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ. തിന്നായില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലെയറായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഷീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷീറ്റ് വാങ്ങിച്ചുണ്ടാക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഷീറ്റ് കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഴച്ച് നല്ല ഇതേപോലെ നല്ല തിന്നായി പരത്തി എടുത്തതിന് ശേഷം വേണം നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഈ ബക്ലാവ ശരിക്കും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഷീറ്റ് ഇപ്പോൾ മിക്ക സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഞാൻ ഫുൾ ഷീറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ തടവിയിട്ട് കുറച്ചധികം ബട്ടർ തടവി നമുക്ക് കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ ബട്ടർ ഇപ്പോൾ തണവിലിരുന്നിട്ട് കുറച്ചൊന്ന് മെൽറ്റായതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അത് സൈഡിലും അതിൻ്റെ അരികിലൊക്കെ സൈഡിലായിട്ടും അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട്.
എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മറ്റേത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അത് ഞാൻ ബേക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ചെറിയൊരു ട്രേലല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് എടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് ബട്ടറൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ബട്ടറും കൂടി വെച്ചിട്ട് ഇത് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാൻ. അതിനുശേഷം ഞാൻ കുക്കിംഗ് റേഞ്ചിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും അവൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഇതുണ്ടാക്കുന്നതിലും വ്യത്യാസം വരും. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 30 മിനിറ്റ് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കറക്റ്റ് വെന്തിട്ടുണ്ടാവും. ഒരു മുകളിലൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പല പ്രാവശ്യവും 2-3 വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നീട് ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ഷുഗർ സിറപ്പിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് പൊടിച്ചതിട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് നമുക്ക് കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ ഇതിൻ്റെ അതിൽ ഷുഗർ സിറപ്പിൽ കുറച്ചൊന്നിങ്ങനെ മുങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാവണം. എന്നാലും നമ്മളത് എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഷുഗർ സിറപ്പ് കയറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നൊരു ക്രിസ്പി ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്